ഇന്ന് പാർക്കുട്ടിക്ക് പോവേണ്ടതുകൊണ്ട് വെളുപ്പിന് 3 മണിക്ക് തന്നെ ഞാൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നേ. നമുക്കിവിടെ നല്ല മഴയാണ് കേട്ടോ. ആദ്യം എഴുന്നേക്കാൻ കുറച്ച് മടിയായിരുന്നെങ്കിലും പിന്നെ 5 മണിക്കാണ് പാർക്കുട്ടിക്ക് ട്രെയിൻ. അവൾക്ക് ഫുഡും കൂടി കൊണ്ടുപോകേണ്ടത് കൊണ്ട് എഴുന്നേക്കാതെ വേറെ വഴിയൊന്നുമില്ലായിരുന്നു. പിന്നെ ഞാൻ കിച്ചണിൽ വന്ന് ദോശമാവ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ദോശ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. ഇന്നലെ നമ്മൾ തലേ ദിവസം തന്നെ നമ്മൾ സാമ്പാറിനുള്ള കഷ്ണങ്ങളെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ അതെല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെളിയിലോട്ട് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചിക്കൻ ഫ്രൈ ആണ് അവൾക്ക് കൊടുത്തു വിടാമെന്ന് വിചാരിക്കുന്നത്. ഒരടുപ്പത്ത് സാമ്പാറും അതോടൊപ്പം തന്നെയാണ് ചിക്കൻ ഫ്രൈയും കൂടെ അങ്ങ് റെഡിയാക്കുവാണ് കേട്ടോ. പിന്നെ മോര് കൂട്ടാനും ഉണ്ട്. അതിനിടയ്ക്ക് കുറച്ച് മീൻ വാങ്ങിയത് ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു. അതെടുത്ത് വെള്ളത്തിലോട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ട് അതെടുത്ത് ഐസ് മാറാനായിട്ട് വെള്ളത്തിലിടുവാണേ. ഇന്നലെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അതെല്ലാം കഴിഞ്ഞ് ചൂടാക്കാൻ വെച്ചിട്ട് ഞാൻ പാർക്കുട്ടീനെ വിളിക്കാൻ പോയേ. പാർക്കുട്ടി വന്നപ്പോഴേ പാർക്കുട്ടി ഫ്രഷാണ് സമയം കൊണ്ട് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. നെയ്യ് ഒഴിച്ചിട്ട് മൊരുമൊരാന്നുള്ള ദോശയാകുമ്പം അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ വെളുപ്പിനെ കഴിച്ചിട്ട് പോകല് പാടാണെങ്കിലും ഈ ദോശയാകുമ്പം ഒരെണ്ണമൊക്കെ കഴിച്ചിട്ടാണ് അവൾ പോകാറുള്ളത്. അച്ഛനും മോളും റെഡിയാകുന്ന സമയത്ത് പിന്നെ ഞാൻ പെട്ടെന്ന് പോയി കാപ്പിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ തണുപ്പത്ത് ചൂട് കാപ്പിയും കുടിച്ചിരിക്കാൻ രസമായതുകൊണ്ട് ഞാനും ഒരു കാപ്പിയൊക്കെ കുടിച്ച് അങ്ങനെ കുറച്ച് നേരം ഇവർ റെഡിയാകണമെന്ന് നോക്കിയിരുന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മുടെ ചിപ്പുക്കുട്ടനും പാറക്കുട്ടിക്കും എന്തായാലും അമ്മ വാരി കൊടുക്കണം കേട്ടോ. അങ്ങനെ ഞാൻ ദോശയൊക്കെ എടുത്തിട്ട് അവൾക്ക് വാരി കൊടുത്തുകൊണ്ടിരിക്കുവാണേ. ആളിങ്ങനെ പോകാനുള്ള ദിവസം അവൾക്കൊരു രാവിലെ ആകുമ്പോൾ ഒരിച്ചിരി സങ്കടവും ദേഷ്യവും വഴക്കും പിണക്കവും ഒക്കെ ആയിരിക്കുവേ. പിന്നെ ആൾ ദോശയൊക്കെ കഴിച്ചിട്ട് പോകാനായിട്ട് ഇറങ്ങുവാണ് കേട്ടോ. അപ്പോൾ ശ്രീ ധൃതി വെച്ചുകൊണ്ടിരിക്കുവാണേ, ട്രെയിൻ വരാറായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അങ്ങനെ അവൾ എനിക്ക് ഉമ്മയൊക്കെ തന്ന് പോവുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അവൾ പിനാക്യുവിനോടും ടാറ്റയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പിനാക്യും സങ്കടപ്പെട്ടൊക്കെ ഇരിക്കണുണ്ടേ. സാധാരണ പാർക്കുട്ടി പോയി കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങാറുള്ളതാണേ. പക്ഷേ ഇന്ന് ഞാൻ ഉറങ്ങാനൊന്നും നിന്നില്ല. കുറച്ച് സമയം ഡാൻസ് പ്രാക്ടീസ് ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ ഞാൻ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് നിന്നപ്പോഴാണ് ശ്രീ പാറുവിനെ ആക്കിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടാറ്റ ബൈ. ഓക്കെ, സീ യു.